കേരളത്തിൽ മുന്നണി രാഷ്ട്രീയമേ കഴിയും, ഒറ്റയ്ക്ക് ഭരിക്കാൻ 50 വർഷമെടുക്കുമെന്ന് BJP. കേരളത്തിൽ മുന്നണി രാഷ്ട്രീയം കൊണ്ട് മാത്രമേ ജയിക്കാനും ഭരിക്കാനും കഴിയൂവെന്ന് BJP ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കുകയാണ്. ഒറ്റയ്ക്ക് കേരളം ഭരിക്കാൻ 50 വർഷമെടുക്കും, മുന്നണിയാണെങ്കിൽ അടുത്ത തവണ സാധിക്കാം. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന BJP ഉത്തരമേഖല തെരഞ്ഞെടുപ്പ് വിശകലന യോഗത്തിലാണ് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് ഇങ്ങനെ പറഞ്ഞത്. നിലവിലെ ഘടകകക്ഷികളെ ചേർത്ത് നിർത്തിയേ മുന്നോട്ടു പോകാൻ കഴിയൂ. നേമം, കഴക്കൂട്ടം, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങൾ പോലും ചിലപ്പോൾ ഘടകകക്ഷികൾക്ക് നൽകേണ്ടി വരുമെന്നും സന്തോഷ് പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കൾ പദവി മോഹിക്കണമെന്നും അത് തുറന്നു പറയാൻ ആർജവം കാണിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. പദവി മോഹിക്കാത്ത നേതാക്കൾ കേരള BJPയുടെ പോരായ്മയാണെന്നും കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. മണ്ഡലം ഇൻചാർജുമാർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെ പങ്കെടുത്ത യോഗത്തിലായിരുന്നു പരാമർശം. മത്സരിക്കാൻ ആഗ്രഹിക്കുകയും സീറ്റ് ലഭിക്കാതിരിക്കുകയും ചെയ്ത നേതാക്കൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ ആവശ്യപ്പെട്ടു. പാർട്ടി വക്താവ് TP ജയചന്ദ്രൻ ആദ്യം എഴുന്നേറ്റു. പിന്നാലെ സംസ്ഥാന തലം മുതൽ മണ്ഡലതലം വരെയുള്ള 15ഓളം നേതാക്കൾ എഴുന്നേറ്റ് നിന്നു. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇത്തരം മോഹം ഉണ്ടാകണമെന്നും കേരളത്തിലെ നേതാക്കൾക്ക് അതില്ലെന്നും BL സന്തോഷ് പറഞ്ഞു. എന്നാൽ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ നിമിഷ നേരം കൊണ്ട് ആ സ്ഥാനാർത്ഥിക്കൊപ്പം പ്രവർത്തിക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. സീറ്റ് കിട്ടാത്തതിൽ വിഷമമുണ്ടായോ എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം. സീറ്റ് കിട്ടില്ലെന്ന് അറിയാമായിരുന്നു, ഇത്തരം അവഗണന പതിവായതുകൊണ്ട് ശീലമായി പോയി എന്നൊക്കെയാണ് പല നേതാക്കളും മറുപടി നൽകിയത്. നേരത്തെ നടന്ന ദക്ഷിണ മേഖല വിലയിരുത്തൽ യോഗത്തിലും ഇതേ ചോദ്യം ദേശീയ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. എത്ര ദിവസം കൊണ്ട് വിഷമം മറികടന്നു എന്നതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. 2 ദിവസം കൊണ്ടെന്ന് സീറ്റ് വിഭജനത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരാതി നൽകിയ വനിതാ നേതാവ് പറഞ്ഞു. BDJS 2020 എന്നീ ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകിയത് വഴി പ്രവർത്തകർക്കുണ്ടായ വിഷമം പരിഹരിച്ചു എന്നായിരുന്നു അടുത്ത ചോദ്യം. 2 ദിവസം കൊണ്ട് പരിഹരിച്ചു, 2 ആഴ്ച കൊണ്ട് പരിഹരിച്ചു എന്നൊക്കെ മണ്ഡലം ഇൻചാർജുമാർ മറുപടി നൽകി. ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല എന്നായിരുന്നു കോതമംഗലം മണ്ഡലം ഇൻചാർജിന്റെ മറുപടി. അതായത് കേരളത്തിലെ BJPക്കുള്ളിൽ ഇപ്പോഴും ചോദ്യങ്ങൾ നിരവധി ബാക്കിയാണ്.